എല്ലാ കാലഘട്ടങ്ങളിലെയും പാട്ടുകൾ പാടി വന്നിട്ടുള്ള ഒരാളാണ്. റൈറ്റ് ഫ്രം ദേവരാജൻ മാസ്റ്റർ ടു ഇപ്പോഴത്തെ ഗോപി സുന്ദറിൻ്റെ പാട്ടുകൾ വരെ ചേട്ടനിപ്പോൾ സ്റ്റേജിൽ പാടാറുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ദേവരാജൻ മാസ്റ്റർ പാട്ടുകളും പാടിയിട്ടുള്ള ഒരു സിംഗർ എന്നുള്ള നിലയിൽ മാസ്റ്റർ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടിത്തരാമോ? നമ്മൾ പ്രോഗ്രാം മാഷയുടെ പാട്ടിൽ ഈ പറഞ്ഞ പോലെയാണ്, നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്റ്റേജ് ഷോസിന് ഇപ്പോൾ ഒരു യൂഷ്വൽ ഒരു ക്ലീഷേ സോങ് ആണെങ്കിൽ പോലും ഒരുപാട് റിക്വസ്റ്റ് വരുന്നൊരു പാട്ടാണ് നദിയിലെ 1000 പാദസരങ്ങൾ കിലുങ്ങി എന്നുള്ള പാട്ട്. എനിക്ക് ഇത്തരം ഗാനങ്ങളൊക്കെ ഇപ്പോൾ അതുപോലെ തന്നെ അല്ലിയാമ്പൽ അല്ലെങ്കിൽ ബാവുക്കയുടെ അകലെ അകലെ നീലാകാശം, ഇതൊക്കെ എത്ര സ്റ്റേജിൽ ആരൊക്കെ എത്ര പാടിയാലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ആളുകൾ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് എനിക്ക് തന്നെ നമ്മളെ പോലുള്ള സിംഗേഴ്സ് ഉണ്ടെന്നൊക്കെ എക്സ്പെക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ 1000 പാദസരം ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട്, എസ്പെഷ്യലി എബ്രോഡ് ഷോസിനൊക്കെ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് 1000 പാദസരങ്ങളാണ്. അത് ഞാൻ പാടാം. നദിയുടെ മാറിൽ വിടർന്ന നീർക്കുമിളകളിൽ ഈറനായ നദിയുടെ മാറിൽ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. നിർത്തണ്ടായിരുന്നു. ആലുവാപ്പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒഴുകി ഒഴുകി ഇങ്ങനെ പാടി പാടി ഇരിക്കണായിരുന്നു ചേട്ടൻ. അത്ര രസമായിരുന്നു കേൾക്കാനായിട്ട്. എന്ത് ഗ്രേറ്റ് കമ്പോസിഷൻ അല്ലേ? ഗ്രേറ്റ് കോമ്പോസിഷൻ. ഒരിക്കലും മരണമില്ലാത്ത പാട്ടുകൾ. കാരണം നമുക്കൊക്കെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്റ്റേജ് ഷോസിന് ഇവരുടെയൊക്കെ പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം. അത് തന്നെ ശരിക്കും. കാരണം അവരുടെ ഒന്നും നേരിട്ട് പാടാനുള്ള ഭാഗ്യം എനിക്ക് തോന്നുന്നു 1-2 പാട്ടുകൾ പാടാൻ കിട്ടിയത് തന്നെ ഒരു വലിയൊരു ലെസണാണ്. 200 പാട്ട് പാടിയതിൻ്റെ ഒരു അനുഭവമാണ്. പാടാൻ പോയപ്പോൾ എങ്ങനെയായിരുന്നു? മാഷയുടെ ആക്ച്വലി ഞാനിവിടെ തരങ്കണി സ്റ്റുഡിയോയിലാണ് വിത്ത് ഓർക്കസ്ട്ര പാടുകയാണ്. പക്ഷെ അതിനുശേഷം പല്ലവി അനുപല്ലവി ചരണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മിക്സ് ചെയ്തു. ഓരോ സ്റ്റാൻസ് വെച്ചിട്ട് മാഷിനെ ഇങ്ങനെ ഓരോ വരി വെച്ചിട്ട് മിക്സ് ചെയ്യണമെന്ന് ഇഷ്ടമല്ല. അത് വലിയ അനുഭവമായിരുന്നു. നമ്മുടെ എം ജയചന്ദ്രനായിരുന്നു അത് മാഷിനെ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ജയൻ ആ സമയത്ത് മാഷയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയിട്ട് ആ സമയത്തുള്ള മാഷ് ഒരു പാട്ട് ഇങ്ങനെ പാടിയിട്ട് 2 പാട്ടുണ്ടായിരുന്നല്ലോ. ഒരു പാട്ട് പാടിയിട്ട് മാഷ് കറക്ഷൻ ടേക്ക് സമയത്ത് കറക്ഷൻ ചെയ്യും. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. അത് രാജാ സാറിന് അങ്ങനെയുണ്ട്. രാജാ സാറിന് അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം നമ്മളെല്ലാം പഠിച്ച് പ്രാക്ടീസും കഴിഞ്ഞ് ടേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 3ാമത്തെ വരി അല്ലെങ്കിൽ 4ാമത്തെ വരി പെട്ടെന്ന് മാറ്റാൻ പറയും. അപ്പോൾ നമുക്ക് ഇവരോടുള്ള ഈ ഭയഭക്തി ബഹുമാനം കൊണ്ടിട്ടുണ്ടാവുന്നൊരു പേടിയുണ്ടല്ലോ, അതും കൂടെ ആകുമ്പോഴത്തേക്കും. ഈ രാജാ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ രാജാ സാറിൻ്റെ ആദ്യമായിട്ട് പാടുന്നത് വിനയേട്ടൻ്റെ അനുരാഗ കൊട്ടാരം എന്നൊരു
ഫിലിം. ഫിലിമിന് വേണ്ടി. എനിക്കന്ന് വേറെ റെക്കോർഡിംഗ് ഉണ്ട്, വെങ്കടേഷ് സാറിൻ്റെ അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ റെക്കോർഡിംഗ് കഴിഞ്ഞ് ഞാൻ വണ്ടിയൊക്കെ പിടിച്ച് പ്രസാദ് സ്റ്റുഡിയോയിൽ എത്തിയപ്പോഴത്തേക്കും 5 മണിയായി. രാജാ സാറ് എന്നെ കാണാതെ രാജാ സാർ എന്നെ പാടാൻ നിൽക്കുവാണ്, മനസ്സിലായോ? അപ്പോൾ രാജാ സാറ് സ്റ്റാർട്ടിങ് ആ ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ് ഒരു 4 വരി ഒരു വിരുത്തം ഉണ്ട്. അപ്പോൾ അത് എന്നെ കൊണ്ട് പാടിപ്പിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ പാട്ട് പഠിപ്പിച്ച് തരിക, പാടുക. ഞാൻ ലേറ്റ് ആയപ്പോഴത്തേക്കും രാജാ സാറ് പാടാൻ പോവാണ്. അപ്പോഴാണ് ഞാൻ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ചില സിനിമയിൽ കാണുന്ന പോലെ ഡോറൊക്കെ തുറന്ന് ഇങ്ങനെ നോക്കുമ്പോഴുള്ള തീരെന്ന് വെച്ചാൽ രാജ സാറ് പാടാൻ നിൽക്കുക. അപ്പോൾ രാജ സാറ് വിനേട്ടൻ പറഞ്ഞത് ഇങ്ങനെ ബിജു ഓക്കെ. അപ്പോൾ ഞാൻ പോയി കാലൊക്കെ തൊട്ട് വന്നിച്ചു. അപ്പോൾ ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ബുക്ക് എടുത്തോ, നമുക്ക് എഴുതാം, അപ്പം നീ തന്നെ പാടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുതി പാട്ടൊക്കെ പെട്ടെന്ന് പഠിച്ചു. മൈക്കിൻ്റെ മുമ്പിലെത്തി. ടേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 1 സെക്കൻഡ് രണ്ടാമത്തെ വരെ പുള്ളി അങ്ങ് മാറ്റി, ട്യൂണങ്ങ് മാറ്റി. അത് രണ്ടാമത്തെ വരെ ട്യൂൺ മാറ്റി അത് പഠിച്ച് ടേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി ടേക്ക് ഇത് ഓക്കെ, പക്ഷേ അത് 4ാമത്തെ വരെ നമുക്ക് വേറെ ട്യൂൺ ചെയ്യാം. ശരിക്കും പരീക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം ഞാൻ അവസരം എന്തൊക്കെയോ പാടി വെച്ചു. ഞാൻ ചോദിച്ചു മിക്കവാറും ഇത് സിനിമയിൽ ഉണ്ടാവില്ല എന്ന്. പക്ഷേ പിന്നീട് സിനിമ പറയുമ്പോഴത്തേക്കും അത് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാനും നമ്മുടെ സോണലതയും ചേർന്ന് വേറൊരു സോങ് ഫിലിമിൽ പാടിയിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ തമിഴും തെലുങ്ക് സോങ്സ് ഒക്കെ രാജ സാറിൻ്റെ, ഞാൻ ആദ്യമായിട്ട് തമിഴിൽ പാടുന്നതും തെലുങ്കിൽ പാടുന്നതും രാജാ സാറിൻ്റെ പാട്ടാണ്. രാജാ സാർ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു ലെസണാണ് നമുക്ക് സിംഗേഴ്സിന്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. രാജ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്നുള്ള വേറൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, പൊതുവെ നമ്മൾ വോയിസ് ബൂത്തിലിരുന്ന് പാടുന്നതാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ മനസ്സിനക്കരെ എന്ന സിനിമയിൽ ചിത്ര ചേച്ചിയും ഞാനും ചേർന്ന് ജോത്സനം പാടിയിട്ടില്ല. അത് നമ്മളൊരു സമയത്ത് കറക്റ്റ്. പക്ഷെ ആ സമയത്ത് എനിക്കറിയില്ല ജോത്സനം എങ്ങനെ പാടിയെന്ന് എനിക്കറിയില്ല. ചിത്ര ചേച്ചി ഞാനും കൺസോളിൽ തന്നെ വന്നിട്ടാ പാടിയത്. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ദൈവമേ, അന്ന് എന്റെ മുട്ട് വിറക്കണ ശബ്ദം ഇപ്പോഴും എനിക്ക് ഇവിടെ കൂട്ടിയിടിക്കണ ശബ്ദം ഇപ്പോഴും എനിക്ക് കേൾക്കാം, പേടിച്ചിട്ട് കൺസോളില്. അപ്പം പിന്നെ എല്ലാവരോടും പറയുമ്പോൾ തമാശക്ക് പറയും, ടോക്ക് ബാക്കിൽ കൂടെ ചീത്ത കേൾക്കണ്ട, നേരെ കേൾക്കാലോ, നേരെ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായെന്ന് പറയാതായിരുന്നു. കൺസോളിൽ നിന്ന് എല്ലാവരും ഹെഡ്ഫോൺ വെച്ച്. പക്ഷെ രാജ സാറ് അല്ലെങ്കിൽ ഇതേപോലത്തെ ജീനിയസിന്റെ ചീത്ത കേൾക്കുന്നതും ഒരു ഭാഗ്യമാണ്. അതെ, ശരിക്കും അവരുടെയൊക്കെ വഴക്കെങ്കിൽ വഴക്ക് എന്തെങ്കിലും ആവട്ടെ എന്നുള്ള ഇതിലാണ്. അവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന തന്നെ വലിയ ഭാഗ്യം എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ അവിടെ നിന്ന് പാടുന്നത്. രാജസ്ഥാന് വേണ്ടി കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ. ഒരുപാടില്ല, ഞാനൊരു 8-10 പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഫിലിം അനുരാഗ് കൊട്ടാരം, മഞ്ജീരധ്വനി, മനസ്സിനക്കരെ, തമിഴ്, തെലുങ്കാന കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട്. രാജ സാറിന്റെ പാട്ടുകളെ കുറിച്ച് സംസാരിച്ചു. അതേപോലെ തന്നെ ബിജുചേട്ടൻ കുറേ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ സാറാണ്. വിദ്യാജിയുടെ കുറേ പാട്ടുകൾ ബിജുചേട്ടൻ പാടിയിട്ടുണ്ട്. വിദ്യാജിയുടെ ആദ്യമായിട്ട് ഞാൻ പാടുന്നത് ഇന്ദ്രപ്രസ്ഥം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. പിന്നീട് അതിനുശേഷം ഒരുപാട് നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാടിയിട്ടുണ്ട്. അതിനകത്ത് മഴവില്ലിൻ കൊട്ടാരത്തിൽ എന്നുള്ളൊരു സോങ് ഉണ്ട്, സുജാത ചേച്ചിയായിട്ട് പാടിയിട്ടുള്ള. മഴവില്ലിൻ കൊട്ടാരത്തിൽ മണിമേഘത്താളം തട്ടി ശൃംഗാരം. പിന്നെ മമ്മൂട്ടിക്ക് വേണ്ടി ആദ്യം പാടുന്നതും ആ സിനിമയിലൂടെയാണ്. അതിൽ മമ്മൂക്ക ആ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാട്ടുണ്ട്, ദേഖോ സിമ്പിൾ മാജിക് ഇത് ഇന്റർനെറ്റിൻ മാജിക് മണിച്ചിത്രമേലാപ്പ് എന്നുള്ള സോങ്. പിന്നീട് എന്താ പറയുക, എഴുപുന്നത്തരകൻ, ഇലവങ്കോട് ദേശം, പിന്നെ സത്യം ശിവം സുന്ദരം എന്ന സിനിമയിലെ ഒരു നല്ലൊരു പാട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു നല്ലൊരു ബ്രേക്ക് തന്ന സൂര്യനായി തഴുകി എന്നുള്ള പാട്ട്. പിന്നെ ഒരുപാട് ഫാസ്റ്റ് നമ്പേഴ്സും അദ്ദേഹത്തിന് പാടിയിട്ടുണ്ട്. സമ്മർ ഇൻ ബത്ലഹേമിലെ മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ, അതുപോലെ രസികനിലെ നീ വാടാ തെമ്മാടി എന്നുള്ളൊരു പക്ക എന്താ പറയുക ഡപ്പാങ്കൂത്ത് പാട്ട്. അതിനുശേഷം പട്ടാളത്തില് വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിത്തിങ്കൾ അങ്ങനെ പാട്ട്. പിന്നെ അങ്ങനെ ലാസ്റ്റ് ഞാൻ പാടിയത് ഓർഡിനറി സിനിമയ്ക്ക് വേണ്ടിയാണ്, ഓർഡിനറിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു വിദ്യാജിയുടെ ഒരുപാട് പാട്ടുകൾ പാടിയതിൽ ഒരുപാട് അപ്രീസിയേഷൻ തന്നൊരു പാട്ടാണ് മധുരമ്പരക്കാറ്റിലെ ഒരു ആൽബം സോങ് പോലെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളൊരു പാട്ടുണ്ട്, മുന്തിരിച്ചയിലുള്ള പെണ്ണെ എന്നുള്ള പാട്ട്. അത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാജിയുടെ കമ്പോസിങ്ങിൽ പാടിയൊരു പാട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈയിടെ അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട കവി യൂസുഫ് അലി കച്ചേരി സാറിൻ്റെ വരികൾ. അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ആകെ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ. ആൽബംസ് ധാരാളം പാടിയിട്ടുണ്ടെങ്കിലും സിനിമയ്ക്ക് വേണ്ടി പാടിയൊരു ഏക പാട്ടെന്ന രീതിയിലും എനിക്ക് വളരെ പ്രിയപ്പെട്ട പാട്ടാണ്
മുന്തിരിച്ചേലുള്ള എന്നുള്ള പാട്ട്, അത് 4 പേര് പാടാം. ഓ യെസ്. മുന്തിരിച്ചേലുള്ള പെണ്ണേ മുന്തിരിച്ചേലുള്ള പെണ്ണേ എൻ ഖൽബിലെ മുത്തിൻ്റെ പേര് മഹാബത്ത്. ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മൊത്തമായി നിൻ കവിളോരത്ത്, മൊത്തമായി കവിളോരത്ത്. മൊഞ്ചുള്ള മാരൻ്റെ നെഞ്ചിനകത്തൊരു പഞ്ചവർണ്ണ കിളിക്കൂടുണ്ടോ? നിക്കാഹിൻ പന്തലിനൊപ്പന പാട്ടുമായി നീ എന്നെ കൂട്ടുവാൻ പോരുമോ? നീ എന്നെ കൂട്ടുവാൻ പോരുമോ? മുന്തിരിച്ചേലുള്ള പെണ്ണയൻ ഖൽബിലെ മുത്തിൻ്റെ പേര് മഹാബത്ത്. ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മൊത്തമായി നിൻ കവിളോരത്ത്, മൊത്തമായി കവിളോരത്ത്.